എല്ലാ ദിവസവും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മോള് പറഞ്ഞു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇരുന്ന മാവെടുത്ത് നനച്ച് പെട്ടെന്ന് ഇടിയപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. പഴയ പാത്രങ്ങളാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടിയപ്പത്തിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് മാവ് നനച്ച് ഇടിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് മോൾക്കാണെങ്കിൽ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പം വേണം. അപ്പം തേങ്ങ ഉള്ളതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പം തേങ്ങ ഉള്ളത് ഒരു താഴത്തെ തട്ടിലും മുകളിലത്തെ തട്ടിലും തേങ്ങ. കടല കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ ഇട്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കടലക്കറി ഉണ്ടാക്കി. അപ്പം കടലക്കറി ഉള്ളതുകൊണ്ട് തന്നെ ഇടിയപ്പം ആയിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ പുട്ടുണ്ടാക്കണോ ഇടിയപ്പം ഉണ്ടാക്കണോ എന്നൊരു ഡൗട്ടിലായിരുന്നു. മോളുടെ ഇഷ്ടപ്രകാരം പിന്നെ ഇടിയപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. മോൾക്കാണെങ്കിൽ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പമാണ് വേണ്ടത്. എനിക്ക് തേങ്ങയുള്ള ഇടിയപ്പം കൂടി വേണം. അപ്പം 2 തട്ടിൽ 2 പ്രാവശ്യമായിട്ട് തേങ്ങ ഇട്ടതും തേങ്ങ ഇല്ലാത്തതും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് ഇടിയപ്പം ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റി. അപ്പം തേങ്ങ ഇല്ലാത്ത ഇടിയപ്പമാണ് മോൾക്ക് വേണ്ടതെങ്കിലും കടലക്കറി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കടലക്കറി ഞാൻ ആദ്യമേ വെച്ചിരുന്നു റീൽസിലിടാനായിട്ട്. അത് കടലക്കറി വെക്കുന്നത് എടുത്തില്ല. കുറച്ച് മോൾ എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുതിയ ഐഡിയ തോന്നിയത്. പെട്ടെന്ന് തന്നെ എടുത്തേക്കാം, ഇടിയപ്പം ഉണ്ടാക്കുന്നത് എടുക്കാമെന്ന് കരുതി പെട്ടെന്ന് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇതുണ്ടാക്കുന്ന ശ്രദ്ധയിലായിരുന്നു. മോളെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇടിയപ്പം ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പതുക്കെ ഉണ്ടാക്കി. വേറെയുള്ള ഇതിനേക്കാട്ടിലും വേറൊരു ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാട്ടിലും എപ്പോഴും നല്ലത് ആവിയിൽ ഉപയോഗിച്ചെടുത്ത സാധനങ്ങൾ തന്നെയാണ്. ഇടിയപ്പം ആകുമ്പോൾ അതിൽ റൈസ് ഉണ്ടാകും, ഒപ്പം തന്നെ കോക്കനട്ട് ഉണ്ട്. നമുക്ക് രാവിലത്തെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ ഘടകങ്ങളെല്ലാം അതിൽ തന്നെയുണ്ട്. സ്റ്റാർച്ചും അതോടൊപ്പം തന്നെ ഇടിയപ്പം ഉണ്ടാക്കി ഒപ്പം തന്നെ കടലക്കറി ആയിട്ട് വെച്ചിട്ട് മോളോട് കഴിക്കും.